നാം വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കേണ്ട ചില ഇടങ്ങളുണ്ട്. ഇക്കാര്യം മറന്നു പോകരുത്. പന്നികളെക്കാളും നായ്ക്കളെക്കാളും മോശമായ വിധത്തിൽ ജീവിതം മുൻപോട്ട് നയിക്കുന്ന പല മനുഷ്യരുമുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. മനുഷ്യൻ എളുപ്പത്തിൽ തെറ്റിപ്പോകുവാനും തെറ്റിദ്ധരിക്കുവാനും സാധ്യതയുള്ള വിഷയങ്ങളാണ് 7-ാം അധ്യായം പ്രധാനമായി പ്രതിപാദിക്കുന്നത്. ലളിതവും ആഴമുള്ളതുമായ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ സാധാരണക്കാരുടെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചപ്പോൾ കപടഭക്തരുടെ മുഖംമൂടികൾ അവ നിർദ്ദയം അഴിച്ചുമാറ്റി. ആത്മീയ ജീവിതത്തെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഏവർക്കും ഗിരിപ്രഭാഷണം അമൂല്യമായ ഒരു ആത്മീയ നിക്ഷേപമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായമാകുന്നു ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. മറ്റുള്ളവരെ വിധിക്കുന്നത് ശരിയല്ല എന്ന വലിയ പാഠം ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ അധ്യായത്തിലെ വിഷയം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. വാസ്തവത്തിൽ ഈ വാക്യങ്ങൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളവയാണ്. വിധിക്കുക എന്നതുകൊണ്ട് തീരുമാനിക്കുക, വേർതിരിക്കുക, കുറ്റപ്പെടുത്തുക, പകരം വീട്ടുക എന്നെല്ലാം അർത്ഥമാക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം അർത്ഥം ശിക്ഷ വിധിക്കുക എന്നാകാം. ഒരു ദൈവപൈതലിന് മറ്റുള്ളവരെ വിധിക്കുവാൻ അവകാശമില്ല എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പിന്നെയോ മറ്റൊരാൾക്ക് ശിക്ഷ വിധിക്കുന്ന വിധത്തിൽ ആ ആളിൻ്റെ ആന്തരിക ലക്ഷ്യങ്ങളെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല. ക്രിസ്തുവിലുള്ള ഒരു സഹോദരൻ എന്തുകൊണ്ടാണ് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്കറിയുവാനോ മനസ്സിലാക്കുവാനോ സാധിച്ചു എന്ന് വരില്ല. നാം ബാഹ്യമായ പ്രവർത്തനങ്ങൾ മാത്രമാകുന്നുവല്ലോ കാണുന്നത്. തിന്മയായുള്ള പ്രവൃത്തികളെ വിധിക്കുന്നതിൽ നിന്ന് ദൈവം നമ്മെ വിലക്കുന്നില്ല. നാം അത് കാണുവാൻ പോകുകയാണ്. മറ്റുള്ളവരെ വിധിക്കുന്നതിൽ കർക്കശക്കാരനായ ഒരു വ്യക്തിയാകുന്നു നിങ്ങളെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അറിയുക കരുണയില്ലാത്ത വ്യക്തി എന്നായിരിക്കും. ഇപ്രകാരത്തിലുള്ള വ്യക്തികളെ എനിക്കറിയാം. നിങ്ങൾക്കും അങ്ങനെയുള്ളവരെ അറിയാമായിരിക്കും. ഓ, അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കണ്ടെന്നേ, അവൻ ഒരിക്കലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എന്നായിരിക്കും അവരുടെ കമൻറ്റ്. ഇപ്രകാരത്തിലുള്ള സംസാരം ഒരുപക്ഷെ നിങ്ങളുടെ ചെവിയിലും എത്തിയിട്ടുണ്ടാകും. താൻ വിധിക്കുന്ന അതേ വിധത്തിൽ തന്നെയും വിധിക്കുമെന്നത് ഓർക്കുക. ഈ വാക്യങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നത് അതത്രേ. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? നിങ്ങളുടെ സഹോദരൻ്റെ കണ്ണിലിരിക്കുന്ന അറുപ്പ് പൊടിയുടെ ഒരു ചെറിയ കണ്ണികയെ നിങ്ങളുടെ സ്വന്തം കണ്ണിലിരിക്കുന്ന വലിയ ഈട്ടിത്തടിയോട് ക്രിസ്തു താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കോൽ എന്നതുകൊണ്ട് വിമർശന ബുദ്ധിയുടെയും മുൻവിധിയുടെയും ആത്മാവിനെയാണ് അർത്ഥമാക്കുന്നത്. അത് നിങ്ങളുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നിടത്തോളം മറ്റൊരാളുടെ ചെറിയ പാപത്തെ വിധിക്കുവാൻ നിങ്ങൾക്ക് അധികാരമില്ല പോലും. 4-5 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. ഈ വിധത്തിൽ നിർദ്ദയമായി വിധിക്കുക എന്നത് നാം വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഈ വിമർശനം നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമാകുന്നു ചെയ്യുന്നത്. മറ്റൊരാളെ നിർദ്ദയമായി വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്ന് ക്രിസ്തു വ്യക്തമാക്കിയെങ്കിലും
ഇതേ അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ നിനക്കെതിരായി വിധി നടത്തുന്ന ന്യായാധിപനല്ല, പിന്നെയോ ഫലങ്ങൾ തിരിച്ചറിയുന്ന ഉദ്യോഗസ്ഥൻ മാത്രമാകുന്നു എന്ന് ഒരു ഭക്തൻ ഈ വാക്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് ശരി. നമ്മുടെ കണ്ണിന് കാണുവാൻ കഴിയുന്ന ഫലങ്ങളെക്കുറിച്ച് തീരുമാനിക്കാനേ നമുക്ക് കഴിയൂ. ഒരു ദൈവപൈതൽ ഫലം പുറപ്പെടുവിക്കുന്നുവോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനിയും അടുത്ത വാക്യം ഒന്ന് നോക്കിക്കേ. കർത്താവ് നമ്മെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നില്ലേ? 6-ാം വാക്യത്തിൽ, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽ കൊണ്ടവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പന്നികളും നായ്ക്കളും ആരാണെന്ന് മനസ്സിലാക്കണം. ആദ്യം 4 കാലിൽ നടക്കുന്ന ജന്തുക്കളെ അല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാം വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നമ്മുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് നാം ഒരു വിധി നടത്തേണ്ടിയിരിക്കുന്നു എന്നത്രേ. തിരിച്ചറിയുവാൻ കഴിയേണ്ട വിധത്തിൽ നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു വാക്കുപോലും പറയുന്നത് കൊണ്ട് പ്രയോജനമില്ലാത്ത ചില പ്രത്യേക സമയവും സ്ഥലങ്ങളുമുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമാണിത്. ഭയങ്കര മദ്യപാനിയായിരുന്ന ഒരു നിയമസഭാംഗം അത്ഭുതകരമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനിടയായി. നമ്മുടെ നാട്ടിലല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് നല്ലവണ്ണം അറിഞ്ഞിരുന്ന മറ്റേ സഭാംഗങ്ങൾ ഇപ്പോഴത്തെ മാനസാന്തരത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി. രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരിക്കൽ അയാൾ നിയമസഭയിൽ തൻ്റെ സീറ്റിൽ ചെന്നിരുന്നപ്പോൾ മറ്റെല്ലാ അംഗങ്ങളും അയാളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ഒരാൾ എഴുന്നേറ്റ് സഭയുടെ അധ്യക്ഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഇന്ന് നമ്മുടെ ഉപദേശിയായ സഹപ്രവർത്തകൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു എന്ന് പറയുകയുണ്ടായി. അത് കേട്ട് എല്ലാവരും അത്യുച്ചത്തിൽ ചിരിച്ചു. ഉപദേശി വന്നിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ഈ സുഹൃത്ത് എഴുന്നേറ്റ് ഇപ്രകാരം തട്ടിവിട്ടു, ഈ അവസരത്തിൽ എനിക്കൊന്നും പറയുവാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. എൻ്റെ കർത്താവ് എന്നോട് അരുളി ചെയ്തത് എൻ്റെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടരുത് എന്നാണ്. പിന്നീട് ഒരിക്കലും അവർ അദ്ദേഹത്തെ കളിയാക്കുവാൻ തുനിഞ്ഞിട്ടില്ല എന്നത് ചരിത്രം. നാം വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കേണ്ട ചില ഇടങ്ങളുണ്ട്. ഇക്കാര്യം മറന്നു പോകരുത്. നമ്മുടെ സമൂഹത്തിൽ പന്നികളും നായ്ക്കളും ഉണ്ടെന്നുള്ള വസ്തുത മറന്നു പോകരുത്. പന്നികളെക്കാളും നായ്ക്കളെക്കാളും മോശമായ വിധത്തിൽ സ്വഭാവം നയിക്കുന്ന മനുഷ്യരില്ലേ? ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് നമ്മോട് പറഞ്ഞു, നാം മറ്റുള്ളവരെ വിധിക്കരുതെന്ന്. തുടർന്ന് അവൻ പറഞ്ഞു, നാം വിധിക്കണമെന്ന്. നാം ചെയ്യേണ്ടത് എന്താകുന്നുവെന്ന് അടുത്ത വാക്യത്തിൽ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഈ ലോകത്തിൻ്റെ മനുഷ്യരെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നതാണ് ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ധനവാന്മാരുടെയും ദരിദ്രരുടെയും മാന്യന്മാരുടെയും വൃത്തികെട്ടവരുടെയും ശരിയും തെറ്റുമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരുടെയും തോളുരുമിയാണ് നാം ഓരോ ദിവസവും ജീവിക്കുന്നത്. ചിലർക്ക് നമ്മുടെ സഹായവും സഖിത്വവും ആവശ്യമാണ്. നമുക്കവരെ ആവശ്യമുണ്ട്. അവരെ തള്ളിക്കളയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരേണ്ടതത്രേ. മറ്റു ചിലർ നമ്മെ നശിപ്പിക്കുന്ന വഷളന്മാരാണ്. അവരെ എങ്ങനെയും അകറ്റി നിർത്തേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ അറിയും? യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നീ കാര്യങ്ങൾ ഈ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റ് സാഹചര്യങ്ങളിലേക്കും ഈ വാക്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തെയാണ് ഇത് പ്രഥമമായും സൂചിപ്പിക്കുന്നത്. നാം ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന ഓരോ പുതിയ വ്യക്തിയോടും ഇപ്രകാരമാകുന്നു ഇടപെടേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടതിന്
അങ്ങനൊരു നടത്തിപ്പിനായി ദൈവത്തോട് അപേക്ഷിക്കേണ്ടതാണ്. എൻ്റെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളിലെ ശുശ്രൂഷയിൽ ഞാൻ എല്ലാ വഴികളിലൂടെയും പോകുന്ന വ്യക്തികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ പ്രസംഗിക്കുന്ന സ്ഥലത്ത് എത്തുവാൻ 30 മിനിറ്റ് എടുത്തെന്നിരിക്കും. ആ സമയത്തിനുള്ളിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ, ഞാൻ ഇന്ന് കണ്ടുമുട്ടുവാൻ പോകുന്ന ആളുകളെ മനസ്സിലാക്കുവാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്നത്രേ. ഓരോരുത്തരുമായി ഇടപെടേണ്ട വിധം എപ്രകാരമാകുന്നുവെന്ന് ഞാൻ കർത്താവിനോട് യാചിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് പ്രസംഗത്തിനായി പോകുമ്പോഴും സാധാരണ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതുതന്നെയാണ്. ചിലർ എൻ്റെ കുതികാൽ വെട്ടുവാനായിരിക്കും എത്തുന്നത്. എത്ര തന്ത്രപൂർണമായാണ് ചിലർ സമീപിക്കുന്നതെന്നറിയാമോ? ആ കാര്യങ്ങളിൽ ദൈവം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. 9 മുതലുള്ള വാക്യങ്ങൾ. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു തങ്കപ്രമാണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭാഗമത്രേ നമുക്ക് നൽകുന്നത്. നമുക്കൊക്കെ സുപരിചിതമായ ആ വാക്യം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. നിങ്ങൾ ഇന്നൊരു പുതിയ വ്യക്തിയെ കണ്ടുമുട്ടിയാൽ എപ്രകാരമാകുന്നു ആ വ്യക്തിയോട് ഇടപെടുവാൻ പോകുന്നത്? നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് വിധിക്കുവാൻ അവകാശമില്ലല്ലോ. നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഒരു നായയെയോ പന്നിയെയോ ആകുന്നുവെങ്കിൽ നിങ്ങൾ ഇടപെടേണ്ട വിധം അറിഞ്ഞേ മതിയാകൂ. ഈ ഉപദ്രവിക്കുന്ന ജന്തുക്കളെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം അപകടത്തിലാകും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു പ്രാർത്ഥനാ വിഷയമാക്കുക. മനസ്സിലായോ? ഇവിടെ നാം വായിച്ച, അതുകൊണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ഈ തത്വത്തിന്മേൽ അത്രേ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് എന്ന പദമാകുന്നു തങ്കപ്രമാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദം എന്ന് മറന്നു പോകരുത്. ഈ തങ്കപ്രമാണത്തെ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായി അത് ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാന തത്വം പ്രാർത്ഥനയാകുന്നു. ഇതെല്ലാം ഒരൊറ്റ പൊതിയിൽ ഉൾപ്പെടുന്നുവെന്ന് ചുരുക്കം. ഈ തങ്കപ്രമാണം മാത്രമായി എടുത്തിട്ട് നിങ്ങൾ അതനുസരിച്ചാണ് ജീവിക്കുന്നതെന്നൊരിക്കലും പറയരുത്. കർത്താവ് പറയുന്നത് എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കൂ. നിങ്ങൾ ചോദിപ്പാനും അന്വേഷിപ്പാനും മുട്ടുവാനും തയ്യാറാകുമ്പോൾ മാത്രമേ ഈ തങ്കപ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകും. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഈ വാക്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതാണ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത്. ജീവിതത്തിൻ്റെ മനോഹരവും വിശാലവുമായ വഴിയോ ഇടുങ്ങിയതും ഇരുണ്ട് ആകർഷകമല്ലാത്ത വഴിയോ ഇവയിലേതെങ്കിലും ഒന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് പലപ്പോഴും നാം വ്യാഖ്യാനിച്ച് കേൾക്കാറുള്ളത്. പക്ഷേ അതല്ല ഇവിടുത്തെ സത്യം. വാസ്തവത്തിലൊരു ചോർപ്പിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകുന്നത്. ചോർപ്പ് മനസ്സിലായല്ലോ, ഫണൽ. നാശത്തിലേക്ക് നയിക്കുന്ന വഴിയുടെ വാതിൽ വിശാലമാണ്. ഒരു ചോർപ്പിൻ്റെ വാ പോലെ വിശാലമാണ്. അതിലൂടെ കടന്നാൽ പിന്നെ അത് ഇടുങ്ങി 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 മരണവും നരകവുമാകുന്ന ഒരു ബിന്ദുവിലേക്ക് ചെന്ന് ചേരും. അങ്ങനെ അവർ നശിക്കും. അതേസമയം നിങ്ങൾക്ക് ചോർപ്പിൻ്റെ ഇടുങ്ങിയ വശത്തു കൂടി അകത്ത് പ്രവേശിക്കാം. അവിടെയാകുന്നു ക്രിസ്തു. അവിടെ നിന്നാകുന്നു വഴിയും സത്യവും ജീവനും. അവിടെ അരുളി ചെയ്തത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്നത്രേ. ക്രിസ്തുവിനോട് ചേർന്ന് എത്രമാത്രം അധികം നിങ്ങൾ നടക്കുന്നുവോ അത്രമാത്രം വഴി വിശാലമായിക്കൊണ്ടിരിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിലൊരു നദി ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ
കീഴേ നിന്ന് പുറപ്പെടുന്നത് പറഞ്ഞിരിക്കുന്നത് ഓർക്കുമല്ലോ. ആരംഭത്തിൽ അതൊരു ചെറിയ ഉറവ മാത്രമായിരുന്നു. അത് പിന്നീട് ഒരു വിശാലമായ ജലാശയമായി തീർന്നു. അവിടെ ഒരു ദൈവപൈതലിൻ്റെ ചിത്രം അത്രേ നമുക്ക് ലഭിക്കുന്നത്. ഓരോ ദിവസവും ആ ബന്ധം കൂടുതൽ കൂടുതൽ ശക്തമാകുന്നു. വളർച്ചയുടെ പടികൾ ഓരോ ദിവസവും കയറുകയാണ്. ഇതത്രേ നമ്മുടെ കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. ജീവങ്കിലേക്ക് പ്രവേശിക്കുന്ന ഒരു വഴി, ആ വാതിൽ ഇടുക്കമുള്ളതാണ്, എന്നാൽ അതൊരു ചോർപ്പ് പോലെ കൂടുതൽ കൂടുതൽ വിശാലമായി തീരും. മനസ്സിലായല്ലോ? 15ഉം 16ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? കള്ളപ്രവാചകന്മാരെക്കുറിച്ച് ഇസ്രായേലിനും ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ച് സഭയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ഈ രണ്ട് വിഭാഗവും ആടിൻ്റെ വേഷത്തിലാണ് വരുന്നത്. അവരുടെ ഫലം കൊണ്ട് നാം അവരെ തിരിച്ചറിയണം. അവരുടെ ജീവിതത്തിൽ അത് കാണുന്നുണ്ടോ എന്നാണ് നാം സൂക്ഷിക്കേണ്ടത്. ഫലം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓടി നടന്ന് ഞാൻ തങ്കപ്രമാണം കൊണ്ടാകുന്നു ജീവിക്കുന്നതെന്ന് എല്ലാവരോടും പറയാം. പക്ഷേ ഇവിടുത്തെ വിഷയം നിങ്ങൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ദൈവഹിതം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരും. നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമാകുന്നുവെന്ന വസ്തുത നിങ്ങൾ അംഗീകരിക്കുന്നു. 22ഉം 23ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. ശ്രദ്ധിക്കണം, ഈ വാക്യങ്ങൾ ഇന്നുള്ള വിശ്വാസികളെ പരാമർശിച്ചിട്ടുള്ളതല്ല എന്നത് തീർച്ചയാണ്. ജീവിക്കുന്നതോ മരിച്ചതോ ആയ ഏതൊരു ക്രിസ്തുവിശ്വാസിയും ക്രിസ്തുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നെ വിട്ടുപോകുവീൻ എന്ന് കർത്താവ് പറയുന്നത് അന്ന് അവരിൽ ആരും കേൾക്കയില്ല. ഈ പറയുന്ന ഭാഗം മഹാപീഡന കാലത്തെയും സഹസ്രാബ്ദ വാഴ്ചയെയും സംബന്ധിച്ചിട്ടുള്ളതാണ്. മഹാപീഡന കാലത്തിലെ ശേഷിപ്പിന് ഗിരിപ്രഭാഷണം ഒരു പ്രത്യേക അർത്ഥം നൽകുന്നുണ്ട് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം ഇതത്രേ. അതുമാത്രമല്ല, സഭയുടെ അംഗങ്ങളാകുന്നു എന്ന് നടിക്കുന്നവർക്കും വാസ്തവത്തിൽ എല്ലാ വിശ്വാസികൾക്കും വേണ്ടതായ ഒരു മുന്നറിയിപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇന്ന് പല ഇസങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും നേതാക്കന്മാരായവരുടെ ചുണ്ടുകളിൽ നിന്നും ക്രിസ്തുവിൻ്റെ നാമം ഉയർന്നു വരുന്നതായി കാണാം. ക്രിസ്തുവിൻ്റെ നാമം എടുക്കുന്നത് കൊണ്ടും വേദപുസ്തകം ഉദ്ധരിക്കുന്നത് കൊണ്ടും മാത്രം ഒരു പ്രസ്ഥാനം ശരിയായതാണെന്ന് പറഞ്ഞുകൂടാ, അങ്ങനെ ചിന്തിച്ചുകൂടാ. ബാഹ്യമായ അവകാശവാദങ്ങളല്ല, ക്രൂശിക്കപ്പെട്ടവനും ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനുമായ രക്ഷകനോടുള്ള ആന്തരികമായ ആത്മീയമായ ബന്ധമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. പലപ്പോഴും ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടും സംസാരം കൊണ്ടും നാം മറ്റുള്ളവരെ വിശ്വസിച്ചെന്നിരിക്കും. പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ വന്നാൽ ആരാണ് അവിശ്വസിക്കുക? ഇത്രയധികം ഭക്തനായ ഒരു വ്യക്തിയെ നാം ഒരിക്കലും കണ്ടില്ലെന്ന് വരും. പറയുന്നത് കേട്ടാൽ അത് രസമാണ്, പക്ഷേ ദൈവം അളക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. ഫലം എങ്ങനുണ്ട്? ദൈവത്തോടുള്ള അനുസരണം എപ്രകാരമാകുന്നു? അതാണ് ദൈവം നോക്കുന്നത്. 24-25 വാക്യങ്ങളിൽ, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. താങ്കൾ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാകുന്നു ആ അടിസ്ഥാനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം
3 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആ അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾക്ക് പണിയാവുന്നതാണ്. പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും വിധേയപ്പെടുത്തുന്നുവെങ്കിൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നതിനും സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് മുതലായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതം അനുഭവമാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ വേറൊരു വിധത്തിലുള്ള വീടുണ്ട്. 26, 27 വാക്യങ്ങളിൽ അതാണ് കാണുന്നത്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. എന്താണ് ഈ മണൽ? മനുഷ്യൻ്റെ നന്മയും പ്രയത്നങ്ങളുമാകുന്ന മണൽ. ഇത് ജഡത്തിൻ്റെ പഴയ ബലഹീനതയാകും. പ്രിയ സുഹൃത്തെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ജഡം നിങ്ങൾക്ക് നൽകുന്നതിനേക്കാളും മേന്മയായുള്ള എന്തോ ഒന്ന് നിങ്ങൾക്ക് ആവശ്യമാണ്. അതെ, ക്രിസ്തുവിനെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ അതിമഹത്തായ പ്രഭാഷണം ഉപസംഹരിക്കുമ്പോൾ വിശുദ്ധ മത്തായി പറയുന്നത് ശ്രദ്ധിക്കൂ. 28, 29 വാക്യങ്ങളിൽ ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. ഒരു ഗുരു എന്ന നിലയിൽ ക്രിസ്തുവും അന്നത്തെ ശാസ്ത്രിമാരും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചാലും ക്രിസ്തു അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിച്ചത്. താൻ എവിടെയെങ്കിലും വെച്ച് കേട്ടതൊക്കെ ആവർത്തിക്കുകയല്ലായിരുന്നു. അതെ, ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് വിശ്വസിക്കാതെ ആ ദൈവവചനത്തിൻ്റെ അധികാരത്തിലല്ലാതെ ആർക്കും പ്രയോജനകരമായി ആധികാരികമായി ഒന്നും പറയുവാൻ സാധിക്കില്ല എന്നോർക്കണം. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് സിദ്ധാന്തങ്ങളുടെ ഒരു പട്ടിക അവതരിപ്പിക്കുന്നത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ പോലും താൻ തന്നെ പ്രായോഗികമാക്കിയിട്ടില്ലാത്ത സിദ്ധാന്തങ്ങൾ അവന് അതിനെക്കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ കണ്ടുപിടിക്കും എന്ന് മറക്കരുത്. നമ്മുടെ കർത്താവ് പറഞ്ഞത് അധികാരമുള്ളവനായിട്ടാണ്. ആ അധികാരമാണ് അവൻ നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, അതെ, പാറമേൽ വീട് പണിതതുപോലെ അത് നിലനിൽക്കുന്നതാകും. അതെ, മലമേലിരിക്കുന്ന പട്ടണം പോലെ അത് പ്രകാശിക്കുവാൻ തുടങ്ങും. വേരുള്ള വൃക്ഷം പോലെ അത് ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്നുള്ളത് കൃത്യമായി വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്രകാരം ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭൂമിയിൽ ഒരു മനുഷ്യനും അവകാശപ്പെടുവാൻ കഴിയാത്ത വിധം അത്യന്തം ആധികാരികമായിരുന്നു ക്രിസ്തുവിൻ്റെ വാക്കുകൾ. തൻ്റെ വചനങ്ങളിൽ അടിസ്ഥാനമിട്ട് ജീവിതം നയിക്കുന്നവർക്ക് ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന ഉറപ്പും ഭദ്രതയും ഈ ലോകത്തിന് നൽകുവാൻ കഴിയുന്നതിനപ്പുറമാണ്. പ്രശ്നമുഖരിതമായ ഈ ലോക ജീവിതത്തിൻ്റെ നടുവിലും ഉറച്ചു നിൽക്കുകയും കുലുങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.